ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ വീട്ടിൽ ചെറിയൊരു സദ്യ റെഡിയാക്കിയിട്ടാ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ചെറിയ സദ്യയാണ്, അധികം കൂട്ടാനൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ റെഡിയാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഇടയിലൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ, നല്ല രസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രം റെഡിയാക്കിയതാണ്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തെന്ന് മാത്രം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. ഇനി നമുക്കതിൻ്റെ റെസിപ്പിയാണ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് സാമ്പാറാണ്. അതിലേക്ക് വേണ്ട വെജീസൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ആക്കിയതാണ്. ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിലേക്ക് സവാള, പയർ, ക്യാരറ്റ്, പച്ചക്കായ, മത്തന്, എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ്. അപ്പോൾ പയർ 2 രീതിയിലുള്ള പയർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബീൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ വെണ്ടക്ക, മുരിങ്ങക്കായ, തക്കാളി, പിന്നെ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് നമുക്ക് കഴുകിയിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് പരിപ്പ് എടുത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരിപ്പിലിപ്പോൾ ഉപ്പോ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അത് 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് വെച്ച് വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. കുക്കറിലൊക്കെ ആകുമ്പോൾ ഇതിനേക്കാളും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. പക്ഷെ മൺചട്ടിയിലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകുന്നു മാത്രം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയും ഒരുപാട് വെജിറ്റബിൾസ് നമുക്ക് സാമ്പാറിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കയ്യിലുള്ളതിനനുസരിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മൊത്തം വെജിറ്റബിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ വെണ്ടക്കായും മുരിങ്ങക്കായും നമുക്ക് മാറ്റി വയ്ക്കാം. അതിനധികം വേവില്ലല്ലോ, അത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കട്ടെ. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടട്ടെ. അതുവരെ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് വറുത്തിട്ടെടുക്കണം. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 പിടി തേങ്ങയാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 2 പിടി തേങ്ങ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ചെറിയ ഉള്ളി ചെറിയ പീസാക്കി കട്ടാക്കിയതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഉള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവയൊന്നും കൂടി പോകരുത്, കുറച്ച് മാത്രം മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് വന്നോട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വറുത്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സാമ്പാർ പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതിലേക്ക് സാധാരണ മല്ലിപ്പൊടി, മുളകും പൊടി ആണ് ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് ആകും. അപ്പോൾ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ സാമ്പാർ പൊടി കയ്യിലില്ലാത്തതുകൊണ്ട് അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റിട്ടെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിമൊന്നും കൂട്ടി കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നവരെ വറുത്തെടുത്തിട്ട് അതിന് ഫ്ലെയിം ഓഫാക്കി വെക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമുക്കത് അരച്ചെടുക്കാൻ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഇടയിലൊന്ന് ഇളക്കി കൊടുക്കാൻ വേണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ തേങ്ങ അരക്കാതെയും നമുക്ക് സാമ്പാർ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതിലേക്ക് ഇട്ട മസാലപ്പൊടികളൊക്കെ ഡയറക്റ്റായിട്ട് വെജിറ്റബിൾസൊക്കെ ഇട്ടില്ല അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം താളിച്ചൊഴിച്ച് കൊടുത്താൽ മതി, നല്ല ടേസ്റ്റാണ്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, അത് എത്രയുണ്ടോ അതിന് ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും വെജിറ്റബിൾസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്കതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ഉണ്ടല്ലോ അത് ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. വെണ്ടയ്ക്കയേക്കാളും കുറച്ചുകൂടെ വേവുണ്ടാവില്ല മുരിങ്ങക്കായക്ക്. ഇനി അതിലേക്ക് എടുത്ത് വെച്ച വാളംപുളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പുളി എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് വാളംപുളിയുടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഏകദേശം 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. ആ വെണ്ടക്ക ഇട്ട് കൊടുത്ത പാടന്നെ നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുറച്ചുകൂടി വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ സമയത്ത് എരിവും ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഓവർ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് മാറ്റി വെക്കണം. ഓവർ തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ കണ്ടുള്ളത് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് വെച്ച് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനി താളിച്ച് വെച്ച് കൊടുക്കാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 5-6 ചെറിയ ഉള്ളി ചെറിയതാക്കി കട്ടാക്കിയതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും 4 വറ്റൽമുളക് നടു കട്ടാക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് ചൂടോട് കൂടെ തന്നെ നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ രണ്ട് നുള്ളൊക്കെ ഉണ്ടാവുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടുണ്ടെന്ന് വഴച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടെ തന്നെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഉണ്ടാക്കാനുള്ളത് കാബേജ് തോരനാണ് കേട്ടോ. അപ്പോൾ സദ്യ സ്പെഷ്യൽ കാബേജ് തോരൻ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ കാബേജ് കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാൻ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്നുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അപ്പോൾ ഫ്ലെയിം ലോയിലിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ട് അപ്പോൾ ഇത് ഏകദേശം ഇവിടെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കളർ മാറട്ടെ. അപ്പോൾ അതിവിടെ രണ്ടും നന്നായിട്ട് തന്നെ പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 വറ്റൽമുളക് നടു കട്ടാക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ട് അതിലേക്ക് കാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ആ കാബേജ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്കതിലേക്ക് ഒരു തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് 2 പിടി തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 പിടി തേങ്ങ മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കാതെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ആ കാബേജിലേക്ക് ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്നവരുണ്ട് ഇടാത്തവരുണ്ട്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനെ കൂടെ തന്നെ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് അടച്ചൊന്നും വെക്കരുത് കേട്ടോ. അടച്ച് വെക്കാതെ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കാബേജ് നന്നായിട്ട് വെന്ത് കിട്ടും. അടച്ച് വെച്ച് കൊടുത്താൽ അതൊരു ഉണ്ടയായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയിട്ടെടുക്കുക. കാബേജ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ.
അപ്പോൾ മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ അത് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് സദ്യയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇതാ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് രസമാണ് കേട്ടോ. അപ്പോൾ രസത്തിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, ആ സമയത്ത് ഹരിബറി ആയിപ്പോയി. അപ്പോൾ ഞാൻ പിന്നീട് അപ്ലോഡ് ആക്കിയാം. അപ്പം രസമുണ്ട്, പിന്നെ ഇതാ ബീട്രൂട്ടിൻ്റെ പച്ചടിയുണ്ട്, ഒരു ശർക്കര പുളി ഉണ്ടല്ലോ അതുകൊണ്ട് ബീട്രൂട്ട് പച്ചടിയുണ്ട്. പിന്നെ ഇതാ കേബേജ് തോരൻ, പിന്നെ ഇതാ വൻപയറും മത്തനും കൂടെയുള്ള എരിശ്ശേരി ഉണ്ടല്ലോ, ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇതാ അവിയലാണ്, അവിയലിൻ്റെ വീഡിയോയും അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പായസം ഉണ്ടായിരുന്നു കേട്ടോ, പായസം ഇതിനെ കൂടെ ഞാൻ വെക്കാൻ മറന്നതാണ്. അപ്പോൾ ഇതാ പപ്പടം. എത്ര ഐറ്റംസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ കഴിക്കാനായിട്ട് ഇലയൊക്കെ വെച്ചിട്ട് എൻ്റെ മക്കളതാ സെർവ് ചെയ്യാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ ഇലയൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ ഓരോ ഐറ്റംസും എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇലയിലൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് പ്രത്യേക ഒരു ഫീലാണല്ലോ. അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ രസമാണല്ലോ കൂട്ടാൻ. കുറച്ച് എണ്ണം കുറവാണെങ്കിലും നമുക്കിതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അതാണ് കേട്ടോ ഈ ഒരു സദ്യക്കുള്ള പ്രത്യേകത. ഇനിയിപ്പോൾ ഞാൻ ഓരോ ഐറ്റംസും ഇലയിലേക്ക് വിളമ്പണം കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ചോറ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കേബേജ് തോരൻ, ഇതാ വൻപയറും മത്തനും എരിശ്ശേരിയുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കാണിക്കാത്ത വീഡിയോസ് എല്ലാം ഞാൻ ചാനലിൽ ആദ്യമേ അപ്ലോഡ് ആക്കിയതാണ്, അപ്ലോഡ് ആക്കിയ റെസിപ്പീസാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മറ്റുള്ള റെസിപ്പീസൊന്നും എടുക്കാത്തത് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടു നോക്കുക. ഈ ഒരു ശർക്കരപ്പുളി ഞാൻ സാധാരണ നമ്മളെ ഓർക്കാപ്പുളി ഉണ്ടല്ലോ, ഇലുമ്പുംപുളി, അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോയും ചാനലിലുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ എല്ലാ ഐറ്റംസും ഇല്ലെങ്കിലും കുറച്ച് നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ചെറിയൊരു സദ്യ റെഡിയാക്കിയതാണ്. അപ്പോൾ ആ രസമൊക്കെ ഗ്ലാസ്സിൽ എടുക്കണം കേട്ടോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിച്ച്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പായസം സേമിയ വെച്ചിട്ട് പായസം റെഡിയാക്കിയതാണ്, അതിൻ്റെ വീഡിയോയും ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.